ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫലമാണ് നേന്ത്രപ്പഴം. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഏത്തപ്പഴം, അല്ലെങ്കിൽ നേന്ത്രപ്പഴം എന്ന് പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന ആവശ്യം വേണ്ട ധാതുക്കൾ റൈബോഫ്ലേവിൻ, ഫോളേറ്റ്, നിയോസിൻ തുടങ്ങിയ പല ഘടകങ്ങളും കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ളൊരു ഫലം കൂടിയാണ് നേന്ത്രപ്പഴം. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ഉദര സംബന്ധമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒന്നും കൂടിയാണ് നേന്ത്രപ്പഴം. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് പലതരം സവിശേഷത ഉണ്ടെങ്കിലും അമിതവണ്ണം കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു ഫലം കൂടിയാണ് ഏത്തപ്പഴം. ശരാശരി 90 കലോറി മാത്രമേ ഒരു പഴത്തിൽ അടങ്ങിയിട്ടുണ്ടാവൂ. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം ഫൈബറുകളും അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലോട്ടാണ് ഈ ഫലം. അതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് രാവിലെയും വൈകിട്ടൊക്കെ ഒരു പ്രധാന ചേരുവയായിട്ടും കഴിക്കാവുന്ന ഒന്നാണ്. വളരെ പെട്ടെന്ന് വിശപ്പിനെ പിടിച്ചു കെട്ടാൻ കഴിവുള്ള ഒരു ഫലം കൂടിയാണിത്. അതിന് ധാരാളം അമിതമായിട്ട് കഴിക്കുന്നത് തടയാനും അതിനെ തന്നെ അമിതമായി കഴിക്കുന്നത് തടയാനും നേന്ത്രപ്പഴം കഴിക്കുന്നത് സഹായിക്കും. ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല മറ്റ് പല ആരോഗ്യ കാര്യങ്ങൾക്കും നേന്ത്രപ്പഴം ഉപകാരിയാണ്. എല്ലിൻ്റെ ബലം നൽകാൻ സഹായിക്കുന്നു, സന്ധിവാതത്തെ ചെറുക്കാൻ സഹായിക്കുന്നു, അൾസർ ഉള്ളവർക്ക് അത് ശമിക്കാൻ സഹായിക്കുന്നു, മലബന്ധത്തെ പ്രതിരോധിക്കും. ഇത് നന്നായി പഴുത്ത പഴമല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ ചിലർക്ക് ഉണ്ടായിട്ട് കാണുന്നുണ്ട്. അതിനാൽ പാകം ചെയ്ത് കഴിക്കുന്നതാണ് അവർക്ക് നല്ലത്. പിന്നീടുള്ളത് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് കഴിക്കാൻ നല്ലതാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. പൈൽസ് ഉള്ളവർക്ക് മലബന്ധം ഒഴിവാക്കാൻ സഹായകമാണ്. വിളർച്ച തടയാൻ സഹായിക്കുന്നു. ആർത്തവകാലത്തെ പ്രശ്നങ്ങളെ ചെറുക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ആർത്തവ സമയത്ത് പെട്ടെന്ന് ആദ്യ മെൻസസ് ആകുന്ന കുട്ടികൾക്ക് ഏത്തപ്പഴം നമ്മൾ കൊടുക്കുന്നത്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ രോഗങ്ങളെയും ചെറുക്കാനും ഈ നേന്ത്രപ്പഴം കൊണ്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.